സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. കഴുകന്റെ പേര് ഏഷ്യൻ കിങ്. ഏഷ്യൻ കിങ് എന്നത് കഴുകന്റെ ഇനമാണ് എന്നതും ഓർക്കുക. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക. അപ്പൊ ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക 2024 സെപ്റ്റംബറിൽ അന്തരിച്ചു. ആരാണ്? അരുണ വാസുദേവ് ആണ്. അരുണ വാസുദേവ് ആണ് ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക. അരുണ വാസുദേവ്. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാംനാഥ് കോവിന്ദ് ആയിരുന്നു. രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഇൻഡോർ ആണ്. മധ്യപ്രദേശില് ഇൻഡോർ. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലെ ഹാൻലെ. ടെലസ്കോപ്പിന്റെ പേര് ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ പദ്ധതി. പദ്ധതിയുടെ പേര് NPS വാത്സല്യ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാണ്. ഗണതന്ത്ര മണ്ഡപ്. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ ഏത് രാജ്യത്തു നിന്നുമാണ് കേരളത്തിൽ എത്തിച്ചത്? അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ എത്തിച്ചത് എവിടെ നിന്നുമാണ്? ജർമ്മനിയിൽ നിന്നുമാണ്. ജർമ്മനി. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. ഇപ്പൊ കേരളത്തില് പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാനായിട്ട് ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് 1-0 എന്നത്. പദ്ധതിയുടെ പേര് 1-0. 1-0 എന്ന പദ്ധതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? HIV ആണ്. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 23. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം. ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? ബുക്ക് ഓഫ് എംപറേഴ്സ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വത ജയകുമാർ ആണ്. അശ്വത ജയകുമാർ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം. CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാലോ? ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 2024 ജൂലൈ 1. നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. കേരളത്തിന്റെ എത്രാമത്തെ സ്ഥാനമാണ്? 4ാം സ്ഥാനമാണ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ്. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളം, ഉത്തരാഖണ്ഡ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രമേത്? ചണ്ഡീഗഡ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുംഫി ഉദയ് ഉരുളക്കിഴങ്ങിന്റെ സങ്കര ഇനമാണ് കുംഫി ഉദയ്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം. ടീസ്റ്റ നദീജലം ബംഗ്ലാദേശാണ്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശാണ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി ഭവൻ. ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി ഭവൻ. ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി ഭവൻ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. വിലക്കയറ്റ നിരക്കിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത്? വിലക്കയറ്റ നിരക്കിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ഡോക്ടർ എ രാജരാജനാണ്. ഡോക്ടർ എ രാജരാജൻ. വന്താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വന്താര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. തെലങ്കാന സർക്കാർ അടുത്തിടെ 7600-ലധികം കുട്ടികളെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ. ഏത് സർക്കാരാണ്? തെലങ്കാന സർക്കാരാണ്.
7600-ലധികം കുട്ടികളെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മുസ്കാൻ 11. ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മുസ്കാൻ 11. ലഡാക്കിലെ ജോക്കാർ താഴ്വരയിൽ ISRO നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹോപ്പ്. ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറാ ജോസഫ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്. കണ്ണൂർ. ധ്രുവ സ്പേസ് എന്ന ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യം. ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യം ലീപ് 1 ആണ്. ലോഞ്ച് ഫ്രം ഇക്വറ്റോറിയൽ അപ്പെക്സ് പോയിന്റ്. ലീപ് 1. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ആരാണ്? വിദ്യാ ബാലൻ. അൺലോക്കിംഗ് എ 200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നീതി ആയോഗ്. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സരസ്വതി. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏതാണ്? ഏറനാട് താലൂക്ക്. ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യമായിരുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാജുവിറ്റി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഗ്രാജുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം. റഷ്യ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ഏത്? സൊരാവർ. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. പദ്ധതിയുടെ പേര് ലിറ്റിൽ കൈറ്റ്സ്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം. ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 4.
വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുവാനുള്ള പദ്ധതി. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. നവോത്ഥാൻ, ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. നവോത്ഥാൻ പദ്ധതി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കെ ജയകുമാർ ആണ്. കെ ജയകുമാറിന്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പിങ്കള കേശിനി എന്നത് കവിതാ സമാഹാരമാണ്, കെ ജയകുമാറിൻ്റെതാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആര്? തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ ആണ്. സുധീർ കുമാർ. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയാണ്. കമ്പാലത്തറ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് കെ എസ് ചിത്ര. കെ എസ് ചിത്ര. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18 ആണ്. ഡിസംബർ 18. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 2023 50-ാം വാർഷികമാണ് ആഘോഷിച്ചത്. 50-ാം വാർഷികം. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം ഏത്? 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത്. 2025 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഏറ്റവും വലിയ യോഗ ഒത്തുചേരൽ നടക്കുകയും ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയും ചെയ്ത ഇന്ത്യൻ നഗരം ഏത്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21 ജൂൺ 21. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ നിലവിലെ എണ്ണം 11 11. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ്. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസം. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യത്തെ ഭ്രമണം പൂർത്തിയാക്കിയത് ആദിത്യ L1 ആണ്. ആദിത്യ L1. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടമാണ്. ധർമ്മടം. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാംബ്. ഹാർട്ട് ലാംബ്. ഇംഗ്ലീഷ് വിവർത്തനം
ദീപ ബാസ്തിയാണ്. ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തി. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ്. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി സണ്ണി തോമസ് ആണ്. സണ്ണി തോമസ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് സഫീന ലത്തീഫ് ആണ്. സഫീന ലത്തീഫ്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായക്. സുദർശൻ പട്നായക്. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് ഗുജറാത്താണ്. ഗുജറാത്ത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യയാണ്. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശൂർ. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം. ആസ്ട്ര MK3 ഗാണ്ടീവ. 2025 ആസിയാൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിലാണ്. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ. ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യമായിട്ട് മാറിയത് ടീമോറാണ്. ടീമോർ. മോൺതാജ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. മോൺതാജ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. മോൺത എന്ന പേര് നൽകിയത് തായ്ലൻഡാണ്. ഇതിന്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത് അബുദാബിയാണ്. അബുദാബി. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത് അബുദാബി. യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. 14 മുതൽ 22 വയസ്സ് വരെയുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ ദി ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച വ്യക്തി ഇഷാൻ ഷാനവാസ് ആണ്. ദി ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതനായത് ദീപിക പദുക്കോൺ ആണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ദീപിക പദുക്കോൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ പിടികൂടുവാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ മഹാദേവ് എന്നാണ്. ഓപ്പറേഷൻ മഹാദേവ്. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഗ്രോക്ക് പീഡിയ ആണ്. ഗ്രോക്ക് പീഡിയ.
സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്പീഡിയ. 39ാമത് നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് 39ാമത് നാഷണൽ ഗെയിംസ് മേഘാലയയാണ്. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി സെക്കൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം വർക്കലയിലാണ്. ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV F-16 ആണ്. നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV F-16. അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ക്രിപ്പ്. നിസാർ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ തോമസ് കുര്യൻ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനിലെ ലാഹോർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്യുന്നതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിൻ്റെ പദ്ധതി ഏത്? ശക്തി പദ്ധതിയുടെ പേര് ശക്തി. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്യുന്നതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി പദ്ധതി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.